ഇന്നുണ്ടായ യാത്രാ വിവരണം എഴുതണം. ലുലുമാളാണ്, ലുലുമാലല്ല രാജ്മാൽ. ഇനി സൈബിനെ ഒന്ന് ഫോട്ടോ റാഷിമോന്റെ ഒരു ഫ്രീക്ക് അവിടെ നോക്കിട്ടോ. ഇതുവരെ ഇവിടുത്തെ മാളുകളൊന്നും കണ്ടില്ല. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ള സൈബ? എന്ത് ചലഞ്ചാന്ന് അറിയാം എനിക്ക്? ഇത് ചലഞ്ച് ആണോ ചോദിച്ചാൽ ചലഞ്ചാണ്, സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ സർപ്രൈസും ആണ്. ഞാന് ഒരു എൻവലപ്പില് കുറച്ച് സ്ഥലങ്ങളുടെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. ഇതുവരെ ഇവിടുത്തെ മാളുകളൊന്നും കണ്ടില്ല. ഹൈലൈറ്റ് മാള് കണ്ടിട്ടില്ല, ലുലു മാള് കണ്ടിട്ടില്ല. ഹൈലൈറ്റ് മാളിൽ പോയിക്കണോ എനിക്ക് അറിഞ്ഞൂടാ, കണ്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബീച്ചിൽ തന്നെ ആണെങ്കിൽ പോലും ഉമ്മ വളരെ റയർ ആയിട്ടാ പോയിട്ടുള്ളൂ അല്ലെ. എനിക്ക് തോന്നുന്നു ഉമ്മ പോയിട്ടൊരു എങ്ങനെ പോയാലും 1-2 കൊല്ലൊക്കെ ഉണ്ടാവും ബീച്ചില്. അതും കോഴിക്കോട് ഉണ്ടായിട്ട് പോലും ഉമ്മ പോയത് ഒരു 1-2 വട്ടമായിരിക്കും അല്ലെ. നിങ്ങളെ അമ്മമാരും ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇന്ന് ശരിക്കും ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ്. പക്ഷെ ഇത് ഞാന് ഒരു ചലഞ്ച് പോലെയാണ് നമുക്ക് കൊടുക്കാൻ പോണത്. അതൊരു ടാസ്ക് പോലെയാണ് കൊടുക്കാൻ പോകുന്നത്. ടാസ്ക് പോലെ എന്ന് അറിയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ എൻവലപ്പിലും ഓരോ പേര് എഴുതിയിട്ടുണ്ടല്ലോ, ഓരോ ഇതിന്റെ സ്ഥലത്തിന്റെ ഇതിന്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. ഓരോ കാർഡ് എടുക്കുമ്പോഴും 1 hour ടൈം ഉണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ. ഓരോ സ്ഥലത്തും പൈസ എഴുതിയിട്ടുള്ള എൻവലപ്പ് ഉണ്ട്. ആ പൈസ എഴുതിയിട്ടുള്ള എൻവലപ്പ് ആണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ കുറച്ച് ടാസ്കുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സർപ്രൈസ് വീഡിയോ ആണ് ഇന്ന്. അടിപൊളി ഫൺ വീഡിയോ ആയിരിക്കും. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യണം, എന്നിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം കേട്ടോ. നമ്മളമ്മ സുന്ദരിയായിട്ട് മാറ്റി റെഡി ആയി നിക്കണേ. ഉമ്മ എങ്ങോട്ടാ പോണേ നമ്മള്? എനിക്കൊരു പിടുത്തമില്ല. നിങ്ങളിങ്ങനെ വിളിക്കണേ ഞാൻ ഇത് എവിടോ കണ്ട് പരിചയമുള്ള ബാഗാണല്ലോ. സൈബന്റെ ബാഗാണ് കേട്ടോ. സൈബന്റെ ബാഗ് അടിച്ചു മാറ്റി. രണ്ടാൾക്കും ഒരു സാധനം വാങ്ങാണ്ട്, അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ പോവാണ്. എനിക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും. അപ്പൊ ഇനി പ്രാങ്കൊന്നല്ലോ എന്നെ കുട്ടി പോണ. നമുക്ക് സൈബന്റെ സർപ്രൈസ് ചെയ്യിക്കാം. പറയണ്ട മനെ, ഞാൻ പറഞ്ഞു അന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ പോവാന്ന്. ശരിക്കും എന്താന്ന് എനിക്കറിഞ്ഞൂടെ? അതിൽ എഴുതിയിട്ട് എന്തൊക്കെയാന്ന് എനിക്കറിഞ്ഞൂടെ? ഉമ്മക്കാണ്. അപ്പം എന്തായാലും നമുക്ക് മന വിളിച്ചാണ്ട് പോവാ. ഇവന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ മുന്നിൽ തൂങ്ങി നിൽക്കണ ഹെയർ സ്റ്റൈൽ ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സൈബ മുടി വാരി കൊണ്ട് കേട്ടോ. നമ്മൾ ആരും ഒന്നും ചെയ്ത് കൊടുക്കണ്ട, സൈബ സ്വന്തമായിട്ട് കിട്ടിയുള്ളൂ. ഇതല്ല ലുക്ക് നേരത്തെ കണ്ടതിൽ കാട്ടി എനിക്ക് ഇതാട്ടോ തോന്നിയിട്ടുള്ളത്. കണ്ടാ 2 കൊമ്പ് അങ്ങനെ 2 പോർഷൻ അങ്ങനെ വെറുതെ നിൽക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു പരാതിയാണ് സൈബിന്റെ പഠിത്തത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. എന്നാലോ വീട്ടിൽ നിന്നാണെങ്കിൽ ട്യൂഷനൊന്നും വിടാൻ താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മൈൻഡിൽ ഒരു ഐഡിയ കത്തിയത്, ഓൺലൈൻ ട്യൂഷൻ നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങള് സൈബക്ക് ആൽബിഡോ എഡ്യൂക്കേറ്ററിലെ ഓൺലൈൻ ക്ലാസിന്റെ കോഴ്സ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. സൈബക്ക് ആണെന്നതിൽ മാത്സിന് ഭയങ്കര വീക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ മാത്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കട്ടിങ് ഞങ്ങൾക്ക് കാണിച്ചുതരാം. സൈബ ക്ലാസ്സിൽ ഇരിക്കുന്നതൊക്കെ എങ്ങനെ വരയ്ക്കാന്നുള്ള ഒരു പ്രോബ്ലം കിടപ്പുണ്ട്, നമുക്ക് അത് നോക്കാം. സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ആയിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത്. കുത്തപ്പിനാർക്കൊന്ന് ചരിഞ്ഞ് നിന്നില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പൊളിഞ്ഞ് താഴെ വീണാൽ അല്ലേ. അതുകൊണ്ട് ലെറ്റസ് ഓൾസോ സ്റ്റാർട്ട് ടു ഡ്രാ ഫസ്റ്റ് എ റെക്ടാങ്കിൾ. നമ്മളോട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ. കണ്ടില്ലേ ഓൾ എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ആൽബിഡോ എഡ്യൂക്കേറ്ററിൽ ഒരുപാട് ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ട്. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ലാംഗ്വേജുകളൊക്കെ വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ 20 ദിവസം കൊണ്ട് ആ ലേണിംഗ് ഗ്യാപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഫൗണ്ടേഷൻ വരെ സെറ്റ്, അതായത് എഴുതാനും വായിക്കാനുള്ള ഫൗണ്ടേഷൻ സെറ്റ് ആക്കി കൊടുക്കുന്നതാണ് ഇവരെ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ 100% ഇൻഡിവിജ്വൽ അറ്റൻഷനും അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ലേണിംഗും ഉറപ്പ് നൽകുന്നുണ്ട് ഇവര്. കൂടാതെ CBSE, സ്റ്റേറ്റ് സിലബസ്, കാംബ്രിഡ്ജ്, ICSE എന്നീ തുടങ്ങിയ നിരവധി സിലബസുകളും ഇവർ ഈ കോഴ്സിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവര് LKG മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണക്കാണല്ലോ വരുന്നത്. ഈ ഓണത്തിന്റെ ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന എക്സാമിനോടുള്ള ഒരു പേടിയൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആൽബിഡോയിലെ ട്യൂഷൻ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനൊക്കെ മറികടക്കാൻ, അത് ആ എക്സാമിനോടുള്ള പേടികളും അതേപോലെ തന്നെ എക്സാമിനുള്ള നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങളെ കുട്ടികളെ ഒന്ന് അപ്സ്കിൽ ചെയ്യണം. അതേപോലെ തന്നെ പഠിത്തം മാത്രമല്ല അവരെ പേഴ്സണാലിറ്റിക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ആൽബിഡോയിൽ ചേർക്കാവുന്നതാണ്. അടിപൊളി ക്ലാസ് ആണ്, ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, അടിപൊളി ക്ലാസ് ആണ്. നമുക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആൽബിഡോയിൽ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ കൂപ്പൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. എനിക്ക് ക്ലാസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. താങ്ക്സ് ടു ആൽബിഡോ.
ഇതെന്ത് സാധനം എന്താ? ഏ ഇതെന്തത്? ഇത് ചുമ്മാ ഇത് സൈബക്കുള്ള സർപ്രൈസ്. ആ. കവറിലുള്ള അല്ലേ? കവറില് ഞാൻ പിടിക്കണോ? ഏ ഞാൻ പിടിക്കണോ? നിങ്ങൾ പിടിക്കേ. മറ്റേ ഇവര് പോണേറ്റ് ഓണാണ് ആ പോയിട്ട് വിളി. ഉമ്മ ഫുള്ള് എന്റെ അമ്മ ഭയങ്കര ഫാഷനബിൾ ആയിട്ടാ നടക്കുക. കണ്ടില്ല ചെരുപ്പ് കണ്ടില്ല. അപ്പം ഉമ്മ അത് നിങ്ങൾക്കാ മോശം. അങ്ങനത്തെ പോയിട്ട് ഇത് നല്ല ചെരുപ്പല്ലേ? ചെരുപ്പിന് എന്താ ഇപ്പൊ നല്ല ചെരുപ്പാ. ആ കാലിൽ ഒതുക്കിട്ട് ചെരുപ്പ് കിട്ടണ്ടേ? അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കല്ലേ? ഒരു സർപ്രൈസ് ഉണ്ട്. ആർക്ക് എന്തോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാകും ഇതേ. ആ എന്ത് പോസ്റ്റ് ചെയ്യാന്? ഇത് ആർക്കും അയച്ചു കൊടുക്കാൻ എന്തോണോ? കണ്ണുകൂട്ടി. നിങ്ങള് കണ്ണുകൂട്ടി. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൂട്ടിട്ട് സെലക്ട് ചെയ്യ്. നിങ്ങൾ കള്ളത്തരം കാണിക്കൂ. അങ്ങനെ ആ ഇതിന് ഏതെങ്കിലും ഒന്ന് ഇടുക്കി. ഏതായാലും മതിയാ. ഏതെങ്കിലും ഒന്ന് ഇടുക്കി. രണ്ടെണ്ണം ഉണ്ട്. ഒന്നാ ഞാൻ പറഞ്ഞു നിങ്ങൾ കള്ളത്തരം കാണിക്കും കണ്ണു പറഞ്ഞാല്. ഞാൻ സെലക്ട് ചെയ്യ്. ഞാൻ തുറന്നു നോക്കി. ഞാനാ തുറന്നു നോക്കേണ്ടി. ആദ്യം ശരി. ഓക്ക് സർപ്രൈസ് കൊടുക്കല്ലേ? അപ്പൊ തുറന്നു നോക്കി. ഓള് കാണണ്ട. ഓള് കണ്ടോട്ടെ. നിങ്ങള് തുറന്നു നോക്കി. ഇതെന്താ ബീച്ച്. ബീച്ച് ബീച്ചിൽ ഈ മഴക്കാലത്ത് ആർക്കെങ്കിലും കിട്ടും സൈബ്. അത് സർപ്രൈസ് ആവും എനിക്ക് തോന്നണില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ സർപ്രൈസ് ആവോ? എനിക്കാണെങ്കിലും ആവുമോ? കാരണം ബീച്ച് എന്ന് പറഞ്ഞ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്, പോവാനും ഇഷ്ടമുള്ള സ്ഥലമാണ്. പക്ഷെ മാറ്റിയെടുക്കണ എനിക്ക് പൈസ ചെലവില്ലാത്തത് നോക്കി എഴുതിട്ടതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴക്കാലത്ത് അല്ല, ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ബീച്ചിൽ അങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വണ്ടി ഓടിച്ച് ഇങ്ങനെ കൊണ്ട് പോരും. കാരണം ഇറങ്ങൂല. അല്ല കൊടടുത്ത ചുടിന്നാ ബീച്ചിൽ നിങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഇറക്കിട്ടേ വിടുള്ളൂ പോരെ? ബീച്ചിലേക്ക് ഇപ്പൊ പോണത് നമ്മളെ ഇറങ്ങൂ. മഴയാണ്. നമ്മളെ ഇറങ്ങുകയെ നമ്മളാ മറ്റേ 100 റുപ്യ ഇത് വാങ്ങും എന്നിട്ട് ഇറക്കും പോരെ? ബീച്ചിലേക്ക് പോവാനൊരു എന്താ എനിക്ക് കിട്ടിയത് ഒരു 8ന്റെ പണി. അത് എനിക്കാ കിട്ടിയതിനും കൂട്ടിട്ട് ഞാനും കൂടി കൂടെ ഉണ്ടല്ലോ. സൈബക്കാണോ എനിക്കാണത്? അതായിരിക്കും എനിക്കറിയില്ല. സൈബ് ഇഷ്ടം പോലെ വട്ടം ബീച്ചിൽ പോയി. അപ്പൊ എനിക്കാണ് ഇത് വല്ലാത്തൊരു ചതിയായി പോയി. മഴ ഇല്ലാത്തപ്പോഴാണ് കൊണ്ടുപോകുന്ന ഒരു സന്തോഷമായി. ഇമാതിരി സർപ്രൈസ്. നമുക്ക് എന്തായാലും ബീച്ചിൽ പോവാ. ഇത് സങ്കടത്തിന് എഴുതി കൊടുത്തിട്ട് ധർമ്മസങ്കടം പാസ്സായി. ബീച്ചിലൊക്കെ ഒന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ബീച്ചിൽ പോവാൻ? ബെസ്റ്റ് ക്ലൈമറ്റ് അപ്പൊ ആ തിരമാലൊക്കെ എണ്ണാനുള്ള ബെസ്റ്റ് ക്ലൈമറ്റാ. നമ്മളിന്ന് ബീച്ചിൽ പോണത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളി. തിരമാലയാണ്, തരമാലല്ല. എന്തായാലും ബീച്ച് മാറ്റി ഈ പാർക്കിലാക്കിയാലോ? അതെന്താ? ഈ പാർക്ക് പോയപ്പോരെ? ഇതിപ്പോ എനിക്കാണോ ഓക്കാണോ എന്നൊക്കെ ഡൗട്ടായി. കാരണം എന്താ ഓക്ക് എത്ര പോയി പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് നോക്കി. എങ്ങനെ ഓള് എത്ര ബീച്ചിൽ പോയി എന്നിട്ടും കാര്യമില്ല. ഓക്കെ. പക്ഷെ ഞാൻ സർപ്രൈസ് കൊടുക്കണ എന്റെ ഉമ്മക്കാ. എന്താ ബീച്ചാ? ഇനിയുണ്ട് പാക്കറ്റ് പൊട്ടിക്കാന്. പാക്കറ്റ് ഇനിയും പൊട്ടിക്കാനുണ്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ബീച്ചിൽ 1 hour നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അല്ല ബീച്ചില് 1 hour സ്പെൻഡ് ചെയ്യണ്ട. 1 hour സ്പെൻഡ് ചെയ്യണില്ലെങ്കിലും ഒരു 1 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത പാക്കേജ് വരും. ഭക്ഷണന്റെ വട്ടത്തരൊന്നും വീഡിയോ ഇടണ്ട. കാരണം മരിയക്കളൊക്കെ വരുമ്പോ വിചാരിക്കും വന്നതിന് കുഴപ്പമില്ല, ഇനി വരാനുള്ളതിന് ചെലപ്പേ എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റില്ലല്ലോ. അമ്മ പിന്നെ അങ്ങനെ നമ്മളിത് ബീച്ചിലെത്തിയിരിക്കുകയാണ്. മനുഷ്യന്മാരുണ്ടാവില്ല. കാരണം എന്താ അറിയോ? ഇപ്പൊ കടലിങ്ങനെ ഇളകി നിക്കണതിനെ കൊണ്ട് നെഗറ്റീവ് അടിക്കല്ലേ നിങ്ങള് ബീച്ചിലെത്തിച്ചില്ലേ? അല്ല അങ്ങനല്ല. ഇപ്പൊ കടൽ ഇളകി നിക്കണതിനെ കൊണ്ട് ഭയങ്കര ഇതാണ്. ആരും വരരുത്. ബീച്ച് പോവാ.
അതന്നെ പറഞ്ഞ അങ്ങനെ തന്നെ കൊണ്ടുവരിക. ആ കാണുന്നാണ് ബീച്ച് കണ്ടില്ലേ? പക്ഷെ ആൾക്കാര് തെരമാല എന്താ പോരെ കഥ അല്ലേ? ആ മഴത്തൊന്നും വരരുത്, മഴത്തൊന്നും വരരുത്. മഴത്തൊക്കെ വീട്ടിലിരിക്കണോ? ചെയ്യുമ്പോ നമുക്ക് ഉമ്മനെ വീട്ടിൽ കൊണ്ടാക്കിയാലോ? നമ്മക്ക് വന്നാ മതി അല്ലേ? ഉമ്മനെ കൊണ്ടുവന്നാണ് ഇപ്പൊ പ്രശ്നമായത്. നമുക്ക് പോയി ഇവിടെ ഇറങ്ങി നിന്നാലോ? ഓ ഇറങ്ങാം. മറ്റേ ബീച്ച് അവിടെ ബീച്ച് ഇവിടെ വെച്ചെടുക്കാം. ഇതാണ് ഉമ്മ ഫ്രീക്കാവണ നോക്കിട്ടോ. ഉമ്മ ഫുള്ള് കണ്ണടക്കെ തുടച്ച് കുട്ടപ്പനാവാണ്. ഒരു പൗഡറും കൂടി ഞാൻ ഇട്ടിട്ട് ഇറങ്ങുള്ളിരുന്ന്. ഒന്ന് കണ്ണാടിയൊക്കെ നോക്കിക്കാളി. ബീച്ച് കാണിക്കുന്നു പറഞ്ഞ് ബീച്ച് കാണിച്ചെന്നില്ലേ? ഇനി പോവാ. പക്ഷെ ഇത് ഇവിടെ ഇരിക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാ. എന്നാ ഇരുന്നോളി. കേക്ക് പോട്ടാ. സമാധാനം മാത്രല്ല കേട്ടോ, ഇവിടെ പൈസയും കിട്ടും തോന്നുന്നുണ്ട്. ഒരു 5 ഉറുപ്പ്യ. ആരതോ പൈസയാണ്. അതിലാ വരുന്നത്. ഈ സമയത്തൊന്നും വരാൻ പാടില്ല കടലിന്റെ ഭാഗത്തൊന്നും. എന്നാ പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടേനോ? ഈ കയറൊക്കെ ചിലപ്പോ ഏതെങ്കിലും ബോട്ടിൽ നിന്നൊക്കെ പോന്നതായിരിക്കും. ഈ കയറ് ഏതെങ്കിലും ബോട്ടിൽ നിന്ന് പോന്നതായിരിക്കും കേട്ടോ ഉമ്മ പറഞ്ഞേ. ഇത് കരിങ്കല്ല് സംരക്ഷിക്കാനിട്ട കയറ് ഏതോ ബോട്ടിൽ നിന്ന് പോന്നാന്ന് ഞാൻ വിചാരിച്ചെന്നറിയോ, ഇപ്പൊ ഉണ്ടല്ലോ കപ്പലൊക്കെ മുങ്ങിയില്ലേ, അതിനൊക്കെ ഓരോ സാധനങ്ങൾ പോരില്ലേ. അതെ അതെ അതെ, കപ്പല്. എങ്ങനെ രാവിലെ വന്നിട്ടേ നടക്കണം. നടക്കണമെന്നോ? ഉമ്മനെ നമുക്ക് രാവിലെ അവിടെ നിന്ന് ബസ് കയറ്റി വിടാം കേട്ടോ. ദീപാ ഇവിടെ വന്ന് നടന്നോട്ടമ്മ. നടന്നാ മതി. അങ്ങനെ നടക്കണവരുണ്ടാവും. നടക്കണവരുണ്ടാവും. ഒന്നും പെരല് വെച്ചുണ്ടാക്കായിരുന്നുള്ളൂ. രാവിലെ അങ്ങോട്ട് നടക്കുക, എന്നിട്ട് തിരിച്ചങ്ങോട്ട്. വൈകുന്നേരം ആവുമ്പോ തിരിച്ചു നടക്കല്ലേ? ഓ, ഇനി സൈബിനെ ഒന്ന് ഫോട്ടോ എടുക്ക്. ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തോണ്ട. ഫോട്ടോ എടുത്തില്ലേ? തൃപ്തിയായ? ആയാ? ഇഷ്ടപ്പെട്ടാ? എന്നാ വണ്ടി കയറി. വാട്സപ്പില് ഉമ്മന്റെ ഉമ്മന്റെ ഗ്രൂപ്പിലിട്ടിട്ട് മെയിൻ ആവാനാട്ടോ. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. എന്തമ്മ നിങ്ങള് ആദ്യമായിട്ട് ബീച്ച് കാണുന്നത്? സൈബിന്റെ കൂടെയാണ്. സൈബിക്ക് 1 വയസ്സല്ല 2 വയസ്സായിട്ടുള്ളപ്പോൾ ഇപ്പൊ ഗൾഫിൽ വന്ന സമയത്ത് ബീച്ച് കാണുന്നത്, ബീച്ചിൽ വരണേ. ഇപ്പൊ ഗൾഫ് പോണതിന് മുന്നേ നടക്കാനായപ്പോ, സൈബ നടക്കാനായപ്പോ മുട്ടുമ്മല് ഇതിലൊക്കെ ആദ്യമായിട്ട് ബീച്ച് വരണേ. നല്ല ഓർമ്മയുണ്ട്. സൈബ കാലുകൊണ്ടൊക്കെ നടക്കണത്. അന്ന് ഭയങ്കര ഇഷ്ട പോൾക്ക് ഇങ്ങനെ ബീച്ചിലൊക്കെ നടക്കാനേ. ഇപ്പൊ ഇടക്കിടക്ക് കൊണ്ടുപോകും ചെയ്യും. ഒരു പാട്ട് പാടും, ബൗബു സൈബനെ പിടിച്ചോട്ടെ കഴിച്ചിട്ട് മുറിച്ചിട്ട് തിന്നോട്ടെ. കാരണം ഓടുമ്പോ അങ്ങനെ ബൈബോ പിടിക്കും പറഞ്ഞിട്ട് പറഞ്ഞതാ. പിന്നെ അതൊരു പാട്ടാക്കി. എന്നിട്ട് സൈബ അങ്ങനെ അതിനനുസരിച്ച് തലയും കുലുക്കി പാടി. പിന്നെ അതൊരു സൈബ പാട്ടാക്കി നടന്ന്. ഓക്കെ, ഇറങ്ങിക്കോളി. സംഭവം ബീച്ചൊന്നുമല്ല ഉമ്മന്റെ മെയിൻ. ഉമ്മ ഇതുവരെ ലുലു മാള് കണ്ടില്ല, ഹൈലൈറ്റ് മാളും കണ്ടില്ല. അവിടേക്ക് നമ്മൾ പോകുമ്പോഴായിരിക്കും എന്തായാലും ഉമ്മ ഭയങ്കര സർപ്രൈസ്ഡ് ആവട്ടോ. ഇപ്പൊ എന്തായാലും നമുക്കത് കാണാം. ഇപ്പൊ എന്തായാലും ഞാൻ ഒരു ബീച്ച് കാണിക്കട്ടെ കേട്ടോ. ഈ കാണാനാണ് സ്റ്റാർബക്സ്. ഇവിടെ ഒരു കോഫിക്ക് എത്ര വരും അറിയോ? ഒരു 15 ഉറുപ്പ്യൊക്കെ വരും. കുടിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട. ഒരു ലേശം പാൽപ്പൊടി, ഒരു ലേശം കോഫി ഉണ്ടെങ്കിൽ നമുക്ക് പരന്നുണ്ടാക്കി കുടിച്ചിട്ട് 500 ഉറുപ്പ്യൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഫുഡ് കഴിച്ചിട്ടു. വയറിന് സുഖമുണ്ടാക്കാം. ഏത് ഉമ്മന്റെ ഫാൻസിനെ കണ്ടിട്ടോ അല്ലേ? ഉമ്മന്റെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഉമ്മന്റെ സന്തോഷം നോക്കി. കാലത് ഉണങ്ങുമ്പോ റെഡിയാവും. ഉണങ്ങുമ്പോ റെഡിയാവും. അല്ലാതെ ഞങ്ങൾ എത്ര കഴിക്കാലും അത് അങ്ങനെ തന്നെ വരും. അത് വരും.
എന്താ ഒരു പറഞ്ഞെന്താ? ആ കൈ നോക്കണമെന്ന് വെച്ചിട്ട് ഈ നോക്കണതിനെ കേട്ടപ്പോ മതിയായി. എന്താണ് അതിനോട് പറഞ്ഞ് എന്താണ് അടുത്ത തന്നെ വിജയിക്കാൻ ചാൻസ് ആദ്യം മറന്നുപോയി. നല്ല സമയമാണ്. ഈ പരക്കം പാച്ചിലാണ്, എപ്പോഴും പരക്കം പാച്ചിലാണെന്ന്. കാരണം ബീച്ചിൽ നല്ല കാണുന്നത്, പിന്നെ പരക്കം പാച്ചിലുണ്ടാവൂലേ കള്ളൊക്കെ മനസ്സിലാക്കാലോ. തെര വരുമ്പോ ഇങ്ങനെ പറയുന്നത് ചിരിക്കട്ടെ. ഒരു 2 മണിക്കൂർ തരുവാണ് ഞാൻ പുറത്തിറങ്ങി ഒന്ന് ചിരിക്കുക. പോവാ? എങ്ങോട്ട് പോവാ? വീട്ടിൽ പോവാ? രസം പിടിച്ചായി. നമ്മള് ഉമ്മക്കുള്ള അടുത്ത എന്താണ് അടുത്ത ഇത് മാറ്റിക്ക സൈബ, ഇത് മാറ്റിക്ക. ഇത് ഉമ്മക്കുള്ള അടുത്ത ഇതാണ്. നിന്ന് പിക്ക് ചെയ്യാ, കണ്ണ് പൂട്ടി പിക്ക് ചെയ്തോളി. മന്തി ആവണേ. ആദ്യം സൂചന തരുവാണെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾക്കുള്ള തന്നെ. പോണം, അതാണ് ഇന്നത്തെ ചലഞ്ച്. ഞാൻ എവിടെയും കൊണ്ടുപോകും. ഇനിയിപ്പോ അടുത്തതില് ദുബായ് ഈ ദുബായിലും കൊണ്ടുപോകും. ദുബായിയോ? ദുബായ് എന്റെ അമ്മ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞ ഒരു ഉമ്മ കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇതിൽ കൂടെ നടന്നു പോണ പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് എന്റെ മോൻക്ക് പറ്റിയ പെൺകുട്ടിയാണോന്ന് ഇങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കാണ്. അത് വേറെ എവിടുന്ന് കിട്ടും ഇങ്ങനത്തെ ഒരു ഉമ്മനെ? അത്രയും അടിപൊളി ഉമ്മയാണ് എന്റെ അമ്മ. ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. നോക്കിക്കോളി നല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതാണ് പ്രശ്നം. ബീച്ചിലേക്കുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ടമ്മ. അതാണ് അവിടെ കൊണ്ട് നിർത്തിയത്. അതല്ല, ഫുഡ് നമ്മള് വേറെ വാങ്ങുന്നുണ്ടല്ലോ. ഇതിനാണ് ഇപ്പൊ ഒരു ചതി മനസ്സിലായത്. ഇപ്പോഴാണ് അതിന്റെ ഒരു ചതി മനസ്സിലായതല്ലേ? സ്നേഹം കൊണ്ട് അല്ലല്ല, ഇവിടെ ഞങ്ങൾ അത്രയും നടക്കണ്ടെന്നാ ചിന്തിച്ചമ്മ. എന്റെ മനസ്സ് നിങ്ങൾ കാണുന്നില്ല, അതാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ കാർഡിയോളജി പഠിച്ചില്ല. മനസ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഹൃദയം കീറി. ഈ വ്ളോഗിൽ കുറച്ച് ചളികൾ ഉണ്ടാവും, ക്ഷമിക്കുക. എടുത്തു വെക്കുക, എന്നിട്ട് നിങ്ങൾ നന്നായിട്ടുണ്ട് തുടച്ചോളി. കൊറേ ഉണ്ടാവും. അമ്മ കുറച്ച് പ്രണയാർത്ഥികളെ കണ്ടിട്ടോ. അവരൊക്കെ എങ്ങനെ അറിയോ? പെരേന്ന് ഇപ്പൊ പറയുണ്ടാവും, പെരേല് ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ഉമ്മ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും. മോനെ അവിടെ പോണോ, നമുക്ക് ഇന്ന് ഞായറാഴ്ച ലീവ് ഉണ്ടല്ലോ. എനിക്ക് നേരം ജമ്മ, എനിക്ക് മീറ്റിംഗ് ഉണ്ട് 9 മണിയാകുമ്പോത്തിന് അവിടെ എത്തണമെന്ന്. മീറ്റിംഗ് ഇവിടെ വന്നാലാണ് ഉമ്മയും ബാപ്പി എന്നിട്ട് വേറെ പിന്നാലെ തന്നെ ഇവിടെ വന്നിട്ടൊന്ന് കറങ്ങിയാൽ അറിയാം എന്താ മീറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഈ കള്ളത്തിൽ സത്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കണേ? സത്യം പറയുന്നത് 7ാം ക്ലാസ് കട്ട് ചെയ്ത് പോയിണ. 7ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കട്ട് ചെയ്ത് പോയിണ്ടാവും. കാരണം അന്നൊക്കെ കട്ട് ചെയ്യലൊന്നും ഇല്ല. ഇന്നത്തെ കാലത്തെ മായിട്ടല്ല. ഇന്നിപ്പോ നിങ്ങക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുകയാണ് കയ്യിലേ. അപ്പൊ സ്കൂൾ കട്ട് ചെയ്യാൻ പെണ്ണിനും മടിയില്ല, ആണിനും മടിയില്ല. അപ്പൊ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് റാത്തായി അല്ലേ? ഉമ്മ എന്നോട് മന്തിയാട്ടോ പറഞ്ഞിരുന്നത്. മന്തി വാങ്ങിന്നുണ്ടെങ്കിൽ ഇത്ര റാത്താവുമായിരുന്നു അമ്മ. അല്ല, ഇതിപ്പോ ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണി അടിപൊളിയാ, നല്ല കുട്ടിച്ചിറ ബിരിയാണി കഴിച്ച്. അപ്പൊ ഇനി മന്തി വേണ്ടല്ലോ. ചിലപ്പോ നേരം വൈകിയാല് എന്റെ ഇതുപോലെ ഇരിക്കും. വീട്ടിൽ പോവാ, എനിക്കൊക്കെ വീട്ടിൽ പോവാ. വീട്ടിൽ പോട്ടെ. അല്ല, ലുലുമാള് കിട്ടിയതല്ലേ, കിട്ടാത്തതല്ലേ ബിരിയാണി. എനിക്ക് വാങ്ങി തരില്ല അറിഞ്ഞാ പറയുന്ന. അത് ശരിയാണല്ലോ. 500 റുപ്യക്ക് 2 ദിവസം ആക്കൂലേ ബിരിയാണി. ഓക്കെ സൈബ സൈബ അധികം തിന്ന്. സൈബനെ എവിടെ കൊണ്ടായാലും സൈബ അധികം തിന്നൂല. ഞാൻ ഇമ്മനെ കൊണ്ടാവാൻ പോവാ, സൈബനെ മാറ്റിട്ട്. ലിമിറ്റാണ്. നോക്കി, ഇതാണ് ഗോകുലമാള്. ഞാൻ കണ്ടില്ലടാ. എന്ത് ഗോകുലമാള് ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങക്ക് ലുലുമാള് കാണോ ഗോകുലമാള് കാണോ? ലുലുമാള് കാണാ. പിന്നത്തെ ഒരു സമയത്ത് ഗോകുലമാള് കണ്ണതാണ് ഗോകുലമാള്. ടൗണിലാണ് എന്താണ്, കോഴിക്കോടാണ് ജീവിക്കുന്നതെങ്കിലും കൂടിയിട്ട് ഒരു വിധ സ്ഥലം നിങ്ങൾക്ക് കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം പക്ഷെ കണ്ടില്ലല്ലേ? ഞാൻ ഇപ്പഴോട് എപ്പോഴും പറയും ഞാൻ ലുലുമാള് കണ്ടിട്ടില്ല. അമ്മായി കാണണം ഇപ്പൊ ഈ വീഡിയോ. അല്ല തച്ചു കൊല്ലു. ലുലുമാള് കണ്ടില്ലേ? പോവാ.
കണ്ട് പോവാ. അതാണ് നോക്കി മുകളിൽ നോക്കി കണ്ടാ ഇവിടുന്ന് അതാ കാണുന്നതാ മുകളിലതാ. അമ്മ സൈബ എന്തുന്തി പോണ്? അത് സാധനം വാങ്ങി ഉന്തി പോണ് കണ്ടില്ലേ? പോവാ കണ്ടു കഴിഞ്ഞില്ലേ? പോവാ പോവാ സൈബ. ഉള്ളു കയറണം. ഉള്ളിലൊന്നുമില്ല. ഉമ്മക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക സൈബ. എന്തത് പറയ്. അതെ അതെ എന്തേ എന്തേ ഓഫറാണല്ലോ മോനെ. ബസ്സിലൊക്കെ നോക്കിയാലോ? നിങ്ങളെ നടക്കി കണ്ടു കഴിഞ്ഞില്ലേ? പോവാ. എക്സലേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഉമ്മ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു കേട്ടോ. വെരി വെരി പിന്നെ വെരി കേറി ഇതുവരെ വന്നിട്ട് നിങ്ങൾ അതിൽ കയറാല്ലേ? ആ നിങ്ങൾ കേറിയൊക്കെ ചെയ്തു. വെറും അടക്കി എന്റെ കൈ പിടിച്ചാ മതി. പിക്കൂല. ഇല്ല ഇല്ല ശരി ഇല്ല നമ്മളതിൽ കയറും. വെരി ഇല്ല വെരി അയ്യ മോശട്ടോ. എത്ര ആൾക്കാർ വീഡിയോ കാണും. എല്ലാരും കളിയാക്കും. ആദ്യങ്ങളൊക്കെ ഒന്ന് കണ്ണടക്കി. അല്ല കണ്ണടച്ചിട്ട് ശ്വാസം വലിക്കും. ആ പിടിക്കും. കണ്ണടച്ചിട്ട് ഈ മൂക്ക് കൂടെ ശ്വാസം വലിച്ച് ഈ മൂക്ക് കൂടെ ശ്വാസം വലിച്ച് ഈ മൂക്ക് കൂടെ ശ്വാസം വിടുക. അപ്പൊ റെഡി ആവും. നിങ്ങൾ വരി. വെക്കൂല. ആ പതുക്കെ വെച്ചാ മതി. ആ നിങ്ങൾ വരി. ഇല്ല ഒരു കുഴപ്പമില്ല. വരി. വരി. സൈബ കയറിയ മുകളിൽ പോവും. മാറിക്കോ. ഒരു പോട്ടെ ഇറങ്ങണായാലും കേറണായാലും പേര് തോരക്കഥ കയറി പോണ അതൊക്കെ ഓടിയിട്ടൊക്കെ പോണം. തലറ്റുണ്ടാ ഇതെന്ത് ഇതിന് മാത്രം എന്താ നിങ്ങൾ പേടിക്കാനുള്ളത്? എന്റെ കൈ അടിച്ചോളി. വരി. വലിക്കൊന്നുമില്ല. എന്റെ കൈ പിടിച്ചോളി. നിങ്ങൾ കയറണോ അല്ലെങ്കിൽ ഫുള്ള് മറിഞ്ഞിട്ടി വെക്കൂ. ഒറ്റ കയറല് അയ്മ ചവിട്ടിന്നാ മതി. ആ എന്താണ് അത് അയ്മ പിടിച്ചു നോക്കി. നിങ്ങൾ കേറുണ്ടോ ഇല്ലേ? പോവാ. സൈബ് മാറിക്കോ. സൈബാ പോണ ഓള് എത്ര കുഞ്ഞാലും മറ്റേലും മറിച്ചിലൊക്കെ കയറും. ചവിട്ടിക്കൊള്ളുണ്ട്. അത്രേ ഉള്ളു. ഇതിനാണ് ഇപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട്. എങ്ങനെ ഇറങ്ങൂ ഇതെങ്ങനെ ജസ്റ്റ് കാല് പൊന്തിച്ചാ മതി. മുന്നോട്ട് പൊന്തിച്ചേക്ക്. 1 hour later. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
അള്ളാ നെക്സ്റ്റ് ഒന്ന് ഇതേമാതിരി ഇപ്പൊ പറഞ്ഞ് പിടിച്ച് വലിച്ച് എല്ലാവരും അമ്മായിയും എളാമ 2 പ്രാവശ്യം എനിക്ക് എന്റെ പേടി മാറ്റാൻ വേണ്ടി എളാമ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങിയൊക്കെ കാണിച്ചെന്ന്. പക്ഷേ എനിക്ക് സമാധാനം ഇല്ല. പിന്നെ ലിഫ്റ്റിൽ കയറാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തേ അറിയില്ല, ഇവളങ്ങനെ അതേമാതിരി ഇറക്കില്ല. ഇപ്പിയും ഇവളും കൂടി പിടിച്ചിട്ട് ഓർമ്മ ഉണ്ടാ ബിഗ് ബസാറിന് ഇപ്പൊ ഗൾഫ് പോണെന്ന് അതാണ് ഇപ്പൊ ഇറങ്ങാൻ ലിഫ്റ്റ് ഉണ്ടാവില്ലേ. ഇതിലെല്ലാം ഇറങ്ങും നമ്മള്. അങ്ങനെ ലുലുമാളിൽ വന്നിട്ട് ഇതാ എനിക്ക് പെർഫ്യൂം വാങ്ങി കിട്ടിയില്ലേ? ഉമ്മ അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, ഉമ്മനെ താഴത്തിറക്കണ്ടേ? ഉമ്മനെ താഴത്തിറക്കാൻ തന്നെ എന്തോരം പണികളാ. ഞാൻ ഇറങ്ങി നിങ്ങൾക്കറിയാം ഉമ്മ ഇപ്പൊ ഓടിക്കാണ്ട് പോകും. ഇതൊക്കെ ഈ കൈ പിടിക്കുക, ശ്വാസം നന്നായിട്ട് വലിക്കുക, എന്നിട്ട് വരിക. അന്റെ പേരെന്താ? ഫൈസാൻ അഹമ്മദോ? അന്റെ പേരെന്താ? അയ്യോ അടിപൊളി പേരാണല്ലോ. എവിടെ വീട്? എവിടാ? കോഴിക്കോട് തന്നെ ആണല്ലോ ഇത്. വീട് എവിടെ അറിയട്ടോ? കോഴിക്കോട് എവിടെയാണ്? കൊട്ടപ്പുറ. എത്രയല്ല പഠിക്കണേ? 1-ലോ? അന്റെ പല്ല് എവിടെ പോയി? വരെ താത്ത വരെ കളിയാക്കളെ നിങ്ങളെ. ഇങ്ങനെ പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ പിന്നെ പറ്റൂല, ഇതിലെന്നെ ഇറങ്ങണോ? നിങ്ങളെ പേടി മാറ്റിയിട്ട് ബാക്കി കാര്യമുള്ളൂ. പോണവരൊക്കെ എങ്ങനെ പോണേ? ഞാൻ പിടിച്ചിക്കണേ. ആ വെക്കുമ്പോ ഞാനല്ലേ പിടിച്ചേ. അപ്പൊ അതേമാതിരി ഞാൻ പിടിക്കും. അത് വെച്ചോളി നിങ്ങള് വെക്കുമ്പോ ഞാൻ അങ്ങനെ പിടി. അത്രേ ഉള്ളൂ. ആ കാക്കൊക്കെ ഇങ്ങനെ കാട്ടിട്ടോ. ഇവിടെ ഒരുവിധം എല്ലാരും നോക്കിയൊക്കെയായിരുന്നു ഉമ്മ കയറുന്ന കാണാന്. ഇവിടെ ഒരുവിധം മുകളിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു നോക്കിക്കാനും ഉമ്മ ഇറങ്ങണം നോക്കിട്ട്. ഉമ്മ ഇതെന്താവെന്ന് കാണാൻ വേണ്ടിട്ടോ കൊറേ നേരം ഉമ്മ മുകളിലുള്ള താത്തൊക്കെ ഉമ്മനായിട്ട് ഫ്രണ്ട്സായി. അപ്പൊ അങ്ങനെ ഉമ്മന്റെ ആഗ്രഹമായിട്ടുള്ള ലുലു മാള് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം സാക്ഷാത് എന്തെങ്കിലും അതിന് പറയാ? അത് പറയും. എന്താ അതിന് പറയാ? സ്വപ്ന സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നമ്മള്. ഇമ്മന്റെ എക്സലേറ്ററിലുള്ള പേടിയും മാറ്റിയിട്ടുണ്ട്. എക്സലേറ്ററിൽ കയറുന്നതിന് പേടി മാറിയില്ലേ? എന്തിനാ പതുക്കണ്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റെന്തിൽ കയറ്റണല്ലേ, യന്ത്രൂഞ്ഞാലില്. അത് പൊളിക്കും സൈബ. ഇമ്മനെ യന്ത്രൂഞ്ഞാലിലൊന്ന് കയറ്റണം നമുക്ക് ഒരു ദിവസം. അപ്പം ഉമ്മ അപ്പൊ ലുലുമാള് കഴിഞ്ഞ് അപ്പൊ ഇനി ബാക്കി 2 ഉണ്ട്. ഇനിയിപ്പോ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. 3 2 ഇനി ഉള്ളത്. ഇത്രേ ഉള്ളു. ഒരു ദിവസം ഇത്രേ പറ്റൂ. ഒരു ദിവസം കോഴിക്കോട് മൊത്തം കാണാൻ പറ്റൂല. അതെന്തുകൊണ്ടാ? അത് നിങ്ങള് പോസിറ്റീവായിട്ട് അടിക്കല്ല. എന്തുകൊണ്ടാ വെയിൽ വന്നത്? നമുക്ക് എല്ലാം ഒന്ന് കാണാന്, നല്ല വൃത്തിക്കൊക്കെ കാണാൻ വേണ്ടിട്ടാ. മയത്താണെങ്കിൽ മയത്ത് നനഞ്ഞു വിളിച്ച് പോണ്ടേ? ഞാനതല്ല പറഞ്ഞ തിരുമ്പിയത് എടുത്തിക്കാണെങ്കിൽ വണ്ടിമേലൊക്കെ എടുത്തിക്കാണെങ്കിൽ നമ്മള് തിരിച്ച് കണ്ടു വരുമ്പോത്തിന് ഉണങ്ങുമായിരുന്നു. ഇഷ്ടായിട്ടോ? അത് തുറന്നു നോക്കി. ഇനി ബാക്കിയുള്ള എന്തൊക്കെ ഷോപ്പിംഗ് ഇതില് ഹൈലൈറ്റ് മാളിലായാലും ലുലു മാളിലായാലും ഒക്കെ വരുന്ന ഒരു എന്താ പറയാ, ഒരു നമുക്കൊന്നും ആക്കണമെന്നില്ലെങ്കിലും ഒന്ന് നടന്നിങ്ങനെ കാണുമ്പോൾ ഒന്ന് അവിടൊക്കെ പോയി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒരു മൂത്രമൊക്കെ കഴിച്ച് വന്ന് കുറച്ച് വെള്ളം കുടിച്ചാല് സെറ്റ് അല്ലേ? നമ്മള് വാങ്ങിട്ടോ, നമ്മള് സാധനമൊക്കെ വാങ്ങിട്ടാ വന്നത് അല്ലേ സൈബ? സൈബക്ക് ഇതാ സ്പ്രേ ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്തെടുത്ത് നോക്ക? ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കളി. ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞു. ഇല്ല, അത് വെറുതെ ഇങ്ങക്ക് കാണാന്. തുറന്നു നോക്കി കളി. ലുലുമാളിനെക്കാട്ടി ഇവിടെ കോഴിക്കോട് ലുലുമാളിനെക്കാട്ടി അടിപൊളി ഹൈലൈറ്റ് മാള്. എന്തായാലും രണ്ടും കാണാത്ത തന്നെയാണ്. പക്ഷെ വല്ലാത്തൊരു കോളായി. ഇതും കൂടെ എടുത്താളാ.
ഇനി സമയമുണ്ടല്ലോ. ഇല്ല, വീഡിയോ ഇത്രേ ഉള്ളൂ. അത് അടുത്തത് കണ്ടന്റ്. അപ്പൊ നിങ്ങൾ എന്തിനാ പിന്നെ എത്ര എഴുതിട്ടേ? അത് 2 നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ 5 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ ടൈം ഉള്ളത്. അതിനും കൂടുതലായി 5 മണിക്കൂറിലും കൂടുതലായി. അത് വേറെ സാധനമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതെന്തിനാണുള്ള അറിയോ? 1 ലക്ഷം തേങ്ങയൊന്നുമില്ല. അതൊന്നല്ല, നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്യ്. നിങ്ങള് 2 ആളില്ലേ, ഇന്നുണ്ടായ യാത്രാ വിവരണം എഴുതണം. ഇപ്പൊ ഇവിടെ ഇരുന്ന് എഴുതണം, എന്നിട്ടായി ഞാൻ വായിക്കൂ. അപ്പൊ ഗൈസ്, നമ്മളെ ആദ്യ യാത്രാ വിവരണം കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ ബീവി എഴുതി തന്ന യാത്രാ വിവരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് 11:30 വീട്ടിൽ നിന്നും പുറപ്പെട്ടു. നേരെ ഉപ്പന്റെ കടയിൽ പോയി ഗുളിക കൊടുത്തു. മുണ്ടല്ലേ, ഇത് വായിക്കട്ടെ. ഗുളിക കൊടുത്തു. അതിനുശേഷം റാസിമോന്റെ വക ഒരു മുണ്ടല്ലേ, ഞാൻ വായിക്കും. ഒരു സസ്പ്രസ് തന്നു. ഒരു സർപ്രൈസ്. ഒരു 1.5 സസ്പ്രസ് ആയി പോയി. കുറെ നാളായി ഓരോ ടെൻഷൻ ആയിരുന്നു. ഇതൊരു റിലാക്സ് ആയി. ബീച്ച് കണ്ട് അതിന് ശേഷം മന്തി ഇതിലാവിടെ മന്തി ആയിക്കും വാങ്ങി തരുക എന്ന് വിചാരിച്ചപ്പോൾ ബിരിയാണിയാണ് കിട്ടിയാൽ. എന്നാലും കൂണ്ടതില് കുഴപ്പമില്ല. അൽഹംദുലില്ലാ. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും അല്ലാ എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ലുലുമാളാണ്, ലുലുമാലല്ല, താജ്മഹലാണ്. പൊയ്ക്കോളി അവിടുന്ന്. ലുലുമഹലാണ് പോയത്. അത് എസ്കലേറ്ററില് കേറി സന്തോഷം പോയി. കേറി സന്തോഷം പോയി. സന്തോഷം പോവും. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും സന്തോഷായില്ല എന്നാ പറഞ്ഞത്. ബാക്കിയുള്ള കവർ പൊട്ടിച്ചപ്പോ സമാധാനം പോയി. റാണി റാശി നീ മുത്താണ്. എന്താ ചെയ്യാ, ഇത് വായിക്കുന്നതിന് പകരം നാളെയും കൊണ്ടുപോവാൻ ഇതേപോലെ കൊണ്ടുപോവാൻ. ഇക്കണക്കിനാണ് നാളെ കൊണ്ടുപോകില്ല. ഇക്കണക്കിനെ ആമീൻ. മതി. ടൈം കഴിഞ്ഞ് ഇതൊന്ന് വായിക്കട്ടെ. ഞാൻ വായിക്കാൻ പോവാണ്. രാവിലെ വല്ലു തേച്ചു. അവിടെ ഉണ്ടല്ലേ. അതു കഴിഞ്ഞ് ഞങ്ങൾ ഏറുണ്ടി. എന്താ എന്താണ് ഏറുണ്ടിയോ? എന്താ ഞങ്ങൾ ഏറുണ്ടി. അത് കഴി എന്റെ ഉപ്പയുടെ പിടിയയിൽ പോയി ഇറങ്ങി. ഇറങ്ങിയതാ. ഉപ്പയുടെ പിടിയയിൽ പോയി ഗുളികെടുത്തു. കാക്കയും കൂടി ബീച്ചിൽ പോയി. എന്റെ ഇക്കു എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.
ഇനി രാശി അയ്യോ നമുക്ക് അവിടുന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത്രയും എഫേർട്ട് ഉണ്ട്. കണ്ടില്ലേ ഈ സാധനമൊക്കെ ഞാൻ വായിച്ചത്. ഓഹോ അപ്പൊ ടാറ്റ കൊടുത്താലിമ്മ, ടാറ്റ കൊടുത്താലിമ്മ. ഇതിപ്പോ എനിക്ക് വായിക്കാൻ